ഹലോ ഗെയ്സ്, ഇത് ഞങ്ങൾ മൊത്തം പെയിൻറ്റിങ് വർക്ക് മൊത്തം ഞങ്ങൾ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി ആ വീടിൻ്റെ ഉടമയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു തൃപ്തിയായി എല്ലാം ചെയ്തു കൊടുത്തു. ഇനി ഞങ്ങളുടെ ഊഴം എന്തെന്ന് വെച്ചാൽ ഈ കാണുന്ന സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് ഒതുക്കി വെച്ച് ഫ്ലോറിലുള്ള അഴുക്കുകളെല്ലാം വൃത്തിയാക്കി അത് തുടച്ച് വൃത്തിയാക്കി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ പണിയെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പെയിൻറ്റിങ് താഴെ ഫ്ലോറിലുണ്ടെങ്കിൽ അത് ക്ലീനാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വർക്കിൻ്റെ ഉദ്ദേശം. അത് ക്ലീനാക്കി അടിച്ചു വാരി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ വീട്ടുകാർ അവരുടെ ഞങ്ങളുടെ വർക്കിൻ്റെ അടിസ്ഥാനമായ വൃത്തി ഫിനിഷിങ് കണ്ട സ്ഥിതിക്ക് അവർ ഞങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു, ഞങ്ങൾക്കിതൊന്ന് തുടച്ച് വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു ജോലിക്ക് ആളെ കിട്ടുമോ എന്നുള്ള ആവശ്യപ്പെട്ടു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണെന്ന് അവരോട് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. എങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തോളാം, ആകുമ്പോൾ ഞങ്ങൾക്ക് തൃപ്തിയായി. വേറൊരാളെ വെക്കണ്ടല്ലോ, വേറൊരാളാകുമ്പോൾ പരിചയം ഉണ്ടാവില്ല. നിങ്ങളാകുമ്പോൾ നമുക്ക് വളരെ അടുത്ത് പരിചയമായി. നിങ്ങൾ ചെയ്ത വർക്ക് നമുക്ക് തൃപ്തിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിത് ചെയ്യുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്ന് അവർ പറഞ്ഞ നിലയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ആ വർക്കും കൂടി ഏറ്റെടുത്തു. ഇപ്പോൾ ഞങ്ങൾ റൂമെല്ലാം അതിൻ്റെ നിരത്തുള്ള എല്ലാ അഴുക്കും പോക്കി കുറേ പിന്നെ കാർപ്പൻറ്റേഴ്സ് വർക്ക് എടുത്ത അവരെ ഗമ്മ് എല്ലാം ഉണ്ടായിരുന്നു ഫ്ലോറിൽ. അതെല്ലാം ഞങ്ങൾ ക്ലീനർ കൊണ്ടുവന്ന് ക്ലീനാക്കി ആ ഗമ്മെല്ലാം പോക്കി ഇപ്പോൾ ഞങ്ങൾ ഓരോ റൂമും തുടച്ച് വൃത്തിയാക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ സാധനങ്ങളും എല്ലാം സെറ്റാക്കി വളരെ വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഇത് എൻ്റെ സുഹൃത്ത്, ഈ സുഹൃത്തിൻ്റെ പേര് സർഫുദ്ദീൻ എന്നാണ്. ഈ സുഹൃത്തും ഞാനും കൂടിയാണ് ഈ വർക്ക് ചെയ്തത്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങളൊപ്പം, അവരെല്ലാം വർക്ക് കഴിഞ്ഞാൽ പോയി. പക്ഷേ ഈ വർക്ക് ഏറ്റെടുത്തത് ഞങ്ങളായിരുന്നു. അപ്പോൾ ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഫ്ലോറിൽ ഞങ്ങൾ ഒരു തരം ഗമ്മ് തേച്ചിട്ടിരിക്കുകയാണ്, കാരണം ഫ്ലോർ വൃത്തിയാകാൻ വേണ്ടിയിട്ട്. ഇത് തേച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഞങ്ങൾ വെള്ളം കൊണ്ട് പിന്നെ ഫിനിഷ് ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റൊരു ക്ലീനർ കൊണ്ട് തുടച്ച് വൃത്തിയാക്കും. അങ്ങനെയാണ് ഞങ്ങളെ വർക്കിൻ്റെ അടിസ്ഥാനമായുള്ള ക്ലീനിങ്. ഹലോ ഗേയ്സ്, ഞങ്ങളെ ഒരു വീടിൻ്റെ ഫുൾ പണി പെയിൻറ്റിങ് പോളിഷ് വർക്ക് മൊത്തം ഏറ്റെടുത്തു. ആ എല്ലാ വർക്കും ഞങ്ങൾ വളരെ വൃത്തിയായി വീടിൻ്റെ ഓണർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തു. എല്ലാ വർക്കും ഫുള്ളും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളെ ജോലിയുടെ ഭാഗമായി ഞങ്ങൾ അവിടെ വിത്ത് ക്ലീനിങ് ചെയ്യുകയാണ്. മോപ്പിട്ട് തുടച്ച് വൃത്തിയാക്കി ഓരോ റൂമും ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞങ്ങളെ വർക്കിൽ പെട്ടതല്ലെങ്കിലും ഞങ്ങൾ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു വർക്ക് കൂടി ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വർക്ക് ഞങ്ങൾ ഏറ്റെടുത്തത്. അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു തൃപ്തിയാണ്, കാരണം ഞങ്ങളെ വർക്ക് അത്രയും ഫിനിഷായി ചെയ്തു. അവരെ തൃപ്തിക്കനുസരിച്ച് ആ റൂമെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി മോപ്പിൽ തുടച്ച് കൊടുത്തു, വളരെ ഭംഗിയാക്കി കൊടുത്തു. ആ റൂമിന് സെറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ ഞങ്ങൾ അതാത് സ്ഥാനത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു, എല്ലാം ചെയ്തു. അങ്ങനെയുള്ളൊരു വർക്ക് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ പെയിൻറ്റ് ഫീൽഡ് വർക്കിൽ ഞങ്ങൾ അതെല്ലാം ചെയ്യുന്ന ആളുകളാണ്. അതായത് ഞങ്ങൾ പെയിൻറ്റിങ് വിത്ത് ക്ലീനിങ് എന്ന ലെവലിലായിരുന്നു വർക്ക് എടുക്കുന്നത്. അല്ലാതെ ക്ലീനിങ് മാത്രമായൊരു വർക്ക് ഞങ്ങൾ ഏറ്റെടുക്കുന്നതല്ല. ഞങ്ങൾക്ക് പെയിൻറ്റിങ് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം ഇതുപോലെ ഞങ്ങൾ തുടച്ച് റൂമുകളെല്ലാം തുടച്ച് ഫിനിഷാക്കി അതാത് റൂമിലെ സാധനം അതാത് റൂം സെറ്റ് ചെയ്ത് കൊടുത്ത് അതിൽ വീട്ടുകാരുടെ തൃപ്തിയും ഞങ്ങൾ പങ്കുവെച്ച് സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിന് ആവശ്യം താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ. ഞാൻ വീണ്ടും പറയുന്നു, പെയിൻറ്റിങ് വർക്ക് വിത്ത് ക്ലീനിങ് ആണ്, ക്ലീനിങ് മാത്രമായി ഞങ്ങൾ ഏറ്റെടുക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാർ ഇതിൻ്റെ പിറകെ എൻ്റെ നമ്പർ ഉണ്ടാവും, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.